ഹായ്, ഉന്നയിസാണ്. ടോസ്കാന മാർബിൾസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ്പൂർ കാറ്റഗറിയിൽപ്പെട്ട ഒരു ബ്രൗൺ ഷെയ്ഡ് ഡയമണ്ട് പാറ്റേണിൽ പെട്ട ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡിസൈൻസും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഹോം ടൂർസ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിനകത്ത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ വീഡിയോസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓരോ ഹോം ടൂറുകൾ സെപ്പറേറ്റ് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിനകത്ത് ഉണ്ടാവും. ചില വീഡിയോസെല്ലാം പ്ലേ ലിസ്റ്റിനകത്ത് ഞാൻ വർക്ക് എന്നുള്ള കാര്യത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. മീഡിയം റേഞ്ചിൽപ്പെട്ട കല്ലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, പ്രീമിയം റേഞ്ചിൽ വരുന്ന കല്ലാണ്. ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന മെറ്റീരിയലാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ ആക്കുന്ന കല്ലുകളിൽപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത്, വാട്സപ്പ് നമ്പറിനകത്ത് വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്തും ഒരുപാട് നമ്പേഴ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ എല്ലാ നമ്പേഴ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളെ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് പെർമനൻ്റ് ആയിട്ട് ആളെ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ റേറ്റും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞുതരും. ഈ കാര്യങ്ങൾ എനിക്കുള്ള മാർബിൾ ഫീൽഡിൽ എന്ത് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്തരും. വർക്കിനെ കുറിച്ചെല്ലാം അവർ പറഞ്ഞുതരും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഷോറൂം വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വീടിനകത്ത് സേഫായി ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ഞാൻ എനിക്ക് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി, എന്നാൽ നേരെ വീഡിയോ. ആസ്പൂർ കാറ്റഗറിയിൽപ്പെട്ട ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ക്രോസ് പാറ്റേൺ ഡയമണ്ട് ഡിസൈൻ മെറ്റീരിയലാണിത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഹോം ടൂറുകൾ ഞാൻ ഈ ടൈപ്പ് മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലും പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഒരുപാട് ഹോം ടൂറുകൾ, ഒരുപാട് വീടുകൾ ചെയ്തൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ നീളം വീതി ജസ്റ്റ് കാണിച്ചത് ഏകദേശം 2600 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ വരുന്നുണ്ട്. വീഡിയോ ചെയ്യുന്ന ഡേറ്റ് മെയ് 5ആണ്. അപ്പോൾ അതിനുശേഷം വരുന്നൊരു ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി നോക്കണം. 4.5 അടിയോളം ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നീളം വരുന്നത് 6-6.25 അടിയോളം നീളം വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് മെറ്റീരിയലാണ്. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഡിസൈൻസ് വരുന്നുള്ളത് നമ്മൾ നോക്കാം. ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് സ്ലാബുകളും കാര്യങ്ങളൊക്കെ വരിക. നിങ്ങൾക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസ്, ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മളില്ലേ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, വിലയെ കുറിച്ചും മറ്റും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഞാനിങ്ങനെയുള്ള വീഡിയോകളിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഷോറൂമുകളിൽ പോയി പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കല്ലിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ മാക്സിമം 90% കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിൽ എത്തപ്പെടാവുന്ന രീതിയിലുള്ള എല്ലാ ഡിസ്ക്രിപ്ഷൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹോം ടൂർസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ മെറ്റീരിയൽസിൽ നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം ഒരുപാടുണ്ട്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ വരുന്നുണ്ട്. ഏകദേശം പ്രീമിയം റേഞ്ചിൽ വരുന്ന, ആസ്പൂറിൻ്റെ പ്രീമിയം റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആസ്പൂർ കാറ്റഗറിയിൽ പൊതുവെ ഫില്ലിങ് കാര്യങ്ങളൊന്നും കാണാറില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും മാർബിൾ സംബന്ധമായിട്ടോ എന്തെങ്കിലും ഫ്ലോറിംഗ് സംബന്ധമായിട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീട് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുക.
സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ അപ്പ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാനൊക്കെ കിട്ടും. ഇങ്ങനെയുള്ള കല്ലുകൾ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് കാറ്റഗറിപ്പെട്ട കല്ലുകളല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളി പിടിക്കുക, അതുപോലെ തന്നെ മങ്ങിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പെൻസ് ഒരുപാട് കുറഞ്ഞു കിട്ടും, റേറ്റിലും കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ചാർജ് നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം അപ്പോക്സി കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പ്രൈമർ അടിക്കേണ്ട ഈ കാര്യങ്ങളെ കൊണ്ട് തന്നെ വൈറ്റ് സിമെൻറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും ഇങ്ങനത്തെ മെറ്റീരിയൽസ് ആകുമ്പോൾ. ഞാൻ ഈ കല്ലിൻ്റെ ലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ടൈപ്പിലാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് തിക്നെസ് കാണാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഭാഗം ഒന്ന് പോസ് വെച്ച് എനിക്ക് തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പോളിഷ് ചെയ്യാത്ത കല്ലിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. അത്യാവശ്യം വലിയ സ്ലാബ് തന്നെയാണ് വരുന്നത്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയലും അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കൺഫേം ആയതിനു ശേഷം നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിൽ വരാൻ പറ്റും. ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് നടത്താം. വാട്സാപ്പ് നമ്പേഴ്സ് തന്നെ എല്ലാ നമ്പേഴ്സും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ പെർട്ടിക്കുലർ നമ്പേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.